ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു നൈറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇതൊരു 290ൻ്റെ ഒരു നൈറ്റി മെറ്റീരിയലാണ് കേട്ടോ. 42 ഇഞ്ച് ചെസ്റ്റ് വരുന്ന ഒരു നൈറ്റിയുടെ അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇനി ഈ തുണി ഒന്ന് നാലാക്കി മടക്കി നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മടക്ക് വശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് കേട്ടോ നിവർത്തിയിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ഫുൾ ലെങ്ത് ആണ് കേട്ടോ. നൈറ്റിയുടെ ലെങ്ത്ത് 55 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. 57 ഇഞ്ച് ലെങ്ത്ത് വരുന്നൊരു മെറ്റീരിയലാണിത്. ബാക്കി വരുന്ന 2 ഇഞ്ച് നമുക്ക് മടക്കി തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അളവെടുക്കാം കേട്ടോ. ഷോൾഡർ 7 ഇഞ്ചാണ്. 7 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്താം. താഴേക്കും 7 ഇഞ്ച് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെസ്റ്റാണ് കേട്ടോ എടുക്കുന്നത്. ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് 42 ഇഞ്ചാണ് കേട്ടോ. അതിൻ്റെ 4/1 10 ഇഞ്ച് അതും കൂടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് അലവൻസും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ചെസ്റ്റ് അളവ് 10.5 പ്ലസ് 1.5 ഇഞ്ച് അലവൻസ്, അങ്ങനെ 12 ഇഞ്ചിലാണ് കേട്ടോ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ആം ഹോൾ കർവിന് 1.5 ഇഞ്ചൊന്ന് വരച്ച് കൊടുത്തിട്ട് ആം ഹോള് ലെങ്ത്ത് 7 ഇഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ പകുതി 3 ഇഞ്ച് 3.75 കേട്ടോ, അവിടെ നിന്ന് ആം ഹോൾ കർവ് വരച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ വേസ്റ്റ് ലെങ്ത്താണ് കേട്ടോ നോക്കുന്നത്. വേസ്റ്റ് ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചിലാണ് കേട്ടോ. അവിടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 40 ഇഞ്ചാണ്. അതിൻ്റെ 4/1 10 ഇഞ്ച് അതും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമ്മൾ ഹിപ്പ് ലെങ്ത്ത് എടുക്കുന്നത് 22 ഇഞ്ചിലാണ് കേട്ടോ. ഹൈറ്റിനനുസരിച്ച് ഹിപ്പ് ലെങ്ത്ത് വ്യത്യാസം വരും കേട്ടോ. ഹൈറ്റ് കുറവുള്ള ആൾക്കാർക്ക് ഹിപ്പ് ലെങ്ത്ത് ഒരു 19, 20 അത്രയൊക്കെ മതിയാവും. അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഹിപ്പ് റൗണ്ട് വരുന്നത് 48 ഇഞ്ചാണ്. അതിൻ്റെ 4/1 12 ഇഞ്ച്, 1.5 ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് 13.5 ഇഞ്ചിൽ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമ്മൾ ഈ അടയാളപ്പെടുത്തിയ ഈ ഭാഗങ്ങളിലൂടെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമ്മൾ ഈ വരച്ചെടുത്ത എല്ലാ ഭാഗത്തും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്രണ്ടും ബാക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലൊരു നോച്ചസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നെക്ക് സ്റ്റിച്ചിങ് എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് നോച്ചസ് ഇട്ട് കൊടുക്കൽ. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ. സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ അലവൻസും കൂടെ കൂട്ടിയിട്ട് 7 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 1/2 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനും 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്യാനും. ഇനി നമ്മൾ താഴേക്ക് ലെങ്ത്ത് എടുക്കുന്നത് 9 ഇഞ്ചാണ് കേട്ടോ. 7 ഇഞ്ച് ആം ഹോളിൻ്റെ ലെങ്ത്തും അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് ലെങ്ത്ത് എടുക്കുക. അപ്പോൾ നമുക്ക് 9-9.5 ഇഞ്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ ഒരു 9 ഇഞ്ച് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഒരു 4 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കൈക്കുഴി സാധാ നോർമലി വരച്ചെടുക്കുന്ന പോലെ നമുക്ക് വരച്ചെടുക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് സ്ലീവിൻ്റെ റൗണ്ടാണ് കേട്ടോ. സ്ലീവ് റൗണ്ട് നമ്മൾ എടുക്കുന്നത് 6 ഇഞ്ച് തന്നെയാണ് കേട്ടോ. അതിൻ്റെ കൂടെ 1 ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ലൈനുമായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു വരച്ച ഈ ഭാഗത്ത് കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് സ്ലീവിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ചൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുക കേട്ടോ. കുഴിച്ച് വെട്ടിയ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് മാറിപ്പോവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി ബാക്കി വന്ന ഈ ഒരു പീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ 2 പീസാണല്ലോ. ഇത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചിട്ടാണ് കേട്ടോ നമ്മൾ നെക്ക് വരച്ചെടുക്കുന്നത്. ഇനി ഇതും കൂടി ഒന്ന് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് 1.5 ഇഞ്ച് വിഡ്ത്തുള്ള ക്രോസ് പീസ് വേണം കേട്ടോ ബാക്ക് നെക്കിൽ വെക്കാനായിട്ട്. അതും കൂടി ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നെക്ക് വിഡ്ത്ത് നമ്മൾ എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക്
ഒരു 3/4 അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അത് 4 സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളിലോട്ട് പോവും. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3.5 തന്നെ കിട്ടും കേട്ടോ. ഇനി നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 3.5 തന്നെ ആയിട്ടാണ് കേട്ടോ. ഇനി ഇതൊരു ബോക്സായിട്ട് വരച്ച് കൊടുക്കാം. എന്നിട്ട് അതിനകത്തായിട്ട് നമുക്ക് ബാക്ക് നെക്കൊന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ വരച്ച ഈ ഒരു ഭാഗത്തൂടെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കട്ടിങ്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ട് നെക്ക് റെഡിയാക്കി എടുക്കണം കേട്ടോ. നെക്കിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച 2 പീസ് ഉണ്ടല്ലോ, അതൊന്ന് എടുത്തിട്ട് അത് രണ്ടും കൂടി നല്ല ഭാഗം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം അതിൻ്റെ മുകളിലും കൂടി ഒന്ന് ഒരു പതിച്ചടി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലാണ് കേട്ടോ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നമ്മൾ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് 3.5 ഇഞ്ചും നെക്ക് ലെങ്ത്ത് 5.5 ഇഞ്ചുമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബോക്സ് ആക്കിയിട്ട് നമുക്ക് നെക്ക് വരച്ച് കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് നെക്ക് വരച്ചെടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു റൗണ്ട് നെക്കാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. ഇനി ഈ നെക്ക് നമുക്ക് വരച്ചതിൻ്റെ ചുറ്റുമായിട്ട് 1.5 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ടൊന്ന് അതും കൂടി ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു വരച്ച ഈ ഭാഗത്തു കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നെക്ക് പലവിധ മോഡൽസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഒരുവിധം നെക്കൊക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ സെൻറ്ററിലൊരു നോച്ചസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ഒരു നെക്കിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണല്ലോ നെക്ക് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഈ നെക്കിൻ്റെ വരച്ചത് മറ്റേ ഭാഗത്തും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വെച്ചൊന്ന് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തത് അവിടെ പതിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്നും കൂടി നമുക്കൊന്ന് വരച്ചെടുക്കാം. എന്നാലാണ് നമുക്ക് നെക്ക് കറക്റ്റ് അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കണം കേട്ടോ. ഏത് കളറിലുള്ള പീസ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ പൈപ്പിംഗ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം, അങ്ങനെയെല്ലാം വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ 1.5 ഇഞ്ചിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് നല്ല ഭാഗവും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ചുറ്റുമായിട്ട് ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക കേട്ടോ. നമ്മുടെ സ്റ്റിച്ചിൽ തട്ടാതെ വേണം കേട്ടോ ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു തുണി ഉണ്ടല്ലോ അത് താഴേക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പൈപ്പിംഗ് പോലെ ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എംബ്രോയ്ഡറി നെക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഞാൻ കട്ട് ചെയ്ത സമയത്ത് കൈക്കുഴി വെട്ടാൻ മറന്നിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്താണ് കേട്ടോ ഞാൻ കൈക്കുഴി ഒന്ന് വെട്ടി കൊടുക്കണത്. ഇനി നമുക്ക് ഫസ്റ്റ് നെക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ട് നെക്കാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം താഴെ വരുന്ന രീതിയിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ നെക്കിൻ്റെ നല്ല വശം താഴേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ രണ്ട് പീസുമ്മൽ നോച്ചസ് ഇട്ട് കൊടുത്തുകൊണ്ട് സെൻറ്ററിൽ തന്നെയാണ് നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ വരച്ച് കൊടുത്ത ആ ഭാഗത്ത് കൂടെ ഒന്ന് നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നെക്ക് ഈ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ലൈനിൻ്റെ ഉൾവശത്ത് കൂടെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, നെക്ക് ലൈന് കട്ട് ചെയ്യാതെ വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റുഭാഗം ഒരു ചെറിയ കട്ടിങ് കൊടുക്കാം കേട്ടോ. നെക്കിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു കട്ടിങ്. അടുത്തതായിട്ട് ഈ നെക്കിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ട് നമുക്കൊരു പതിച്ചടി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗം വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊരു പതിച്ചടി കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ
നെക്ക് സ്റ്റിച്ച് ചെയ്യാനും നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്ഷനിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നല്ല എന്താ പറയുക, അതിൻ്റെ നീറ്റിൽ തന്നെ നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നൈറ്റികൾ കാണുമ്പോൾ. ഇനി നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഒരുമിച്ച് തുടങ്ങിയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാൾ വീഡിയോ കാണുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. ഈ ഒരു നെക്ക് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ നമ്മൾ പതിച്ചടി കൊടുക്കുകയാണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ പറയുന്നതിനേക്കാൾ ഒന്നും കൂടെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ശരിക്ക് ഒന്നും കൂടെ മനസ്സിലാവും. നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നെക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് നെക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസ് നമ്മൾ നിവർത്തിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ക്രോസ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറിയ ചെറിയ പീസുകളാവുമല്ലോ, അതൊന്ന് നീളത്തിലുള്ള ഒരു പീസാക്കി മാറ്റിയെടുക്കുക. ക്രോസ് പീസ് ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഈ ക്രോസ് പീസ് ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് നല്ല വശം വരുന്ന രീതിയിൽ ഒരുമിച്ച് വെച്ച് നമ്മൾ ബാക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ അധികമുള്ള പീസൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളിപ്പോൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് കൂടെ നമുക്കൊരു കട്ടിങ് കൊടുക്കാം കേട്ടോ. അത് ബാക്ക് നെക്കിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കട്ടിങ് കൊടുക്കുന്നത്. ചെരിച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഒരു കട്ടിങ് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ക്രോസ് പീസിൻ്റെ മുകളിലൂടെ ഒരു പതിച്ചടി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് രണ്ട് ഷോൾഡറും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നൈറ്റിയുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ നല്ല ഭാഗം കൂടെ ഒന്ന് ഒരുമിച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്ക് പീസിൻ്റെ ഈ ക്രോസ് പീസ് ഉണ്ടല്ലോ, അത് ഈ ഫ്രണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. മറ്റേ ഷോൾഡറും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അധികമായിട്ട് വരുന്ന പീസ് ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം
വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. നമുക്ക് ഇതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഷോൾഡർ നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ബാക്ക് നെക്കിലൂടെ ഒന്ന് അവിടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. നൈറ്റിയുടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലീവാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 1/2 ഇഞ്ച് നമ്മൾ ഒന്ന് മടക്കി തയ്ക്കാൻ തുണി വിട്ടിരുന്നല്ലോ, അവിടെ ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുക കേട്ടോ. സ്ലീവിൻ്റെ അടിവശത്ത് 2 സ്ലീവിൻ്റെതും നമുക്ക് ഇതുപോലെ തന്നെ മടക്കി തയ്ച്ചെടുക്കാം. ഇനി നമ്മൾ സ്ലീവ് വെക്കാനായിട്ട് നൈറ്റിയുടെ ഷോൾഡറും സ്ലീവിൻ്റെ നല്ല ഭാഗം കൂടി ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് നോച്ചസ് ഇട്ട് കൊടുത്തിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് സെൻറ്റർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കേട്ടോ, മാറിപ്പോകുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കൈക്കുഴി വെട്ടിക്കൊടുത്തിരുന്ന സ്ലീവ് ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ഈ 2 സ്ലീവും കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ 2 സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കൈയിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയ ആ ലൈനിലൂടെ നമുക്ക് കറക്റ്റ് അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. 2 ഭാഗവും അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങും ഒരുവിധം ഇവിടെ കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഈ നൈറ്റി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ള ഒരു പണി എന്ന് പറയുന്നത് നെക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു നൈറ്റി സ്റ്റിച്ചിങ്ങിൽ ഒരു പണി വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ബാക്കിയുള്ള സ്റ്റിച്ചിങ് എല്ലാം 2 സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ അടികൂടി മടക്കി തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് നമ്മുടെ നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി, ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുത്ത് നോക്കൂ കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ല വൃത്തിയിൽ നൈറ്റി ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ.